ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പം അന്നുള്ളത് നോക്കിയായിരുന്നല്ലേ അല്ലേ? അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോണത് ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ വരും: എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് എക്സ് ഡി മൈനസ് 5 എന്നോ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇ പവർ എക്സ് എന്നോ സൈൻ എ എക്സ് എന്നോ കോസ് എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോർമുല ചോദിക്കാം. ഓക്കെ, എങ്ങനെ വരികയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു 2-3 ഫോർമുലാസ് പറയാം, അത് മാത്രമേ ഇന്ന് പഠിച്ചു വെച്ചാൽ. എന്തൊക്കെയെന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് സോൾവ് എന്ന് പറഞ്ഞു, സോൾവ് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്: എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി മൈനസ് പവർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു 0 എന്നോ ഇപ്പോൾ 2x എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സാധാരണ ഫോർമാറ്റിലാക്കി മാറ്റണം. ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചോദിക്കാം: എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇപ്പോൾ 2x. അല്ലെങ്കിൽ വേറെ രീതിയിൽ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇപ്പോൾ. ഈ മൂന്ന് ഒരേ ഇതാണ്. ഡിയിലെ വേറൊരു ഫോർമാറ്റാണ് ഇത്, ഇതിന്റെ വേറൊരു ഫോർമാറ്റാണ് ഇത്. അപ്പൊ ഇതെല്ലാം ഓർത്തിച്ചേക്കുക. ഇതെല്ലാം ഏത് ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക. എന്ന് പറഞ്ഞാൽ എക്സ് എവിടെ ഉണ്ടോ അവിടെ എക്സിന് വരെ ഇ പവർ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ ലോഗ് എക്സിന് പകരം അത് തിരിച്ചിട്ടാൽ മതിയല്ലോ, ലോഗ് എക്സിന് ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എവിടെ ഉണ്ടോ അവിടെ എന്ത് ചെയ്യുക? ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഡി എവിടെ ഉണ്ടോ അവിടെ പകരം ഡി ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 4 കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 മാത്രം പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നേരത്തെ ഉള്ള ബേസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ചെയ്യാം, കറക്റ്റ് ആൻസർ കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ ടൈപ്പ്. ഓക്കെ, മനസ്സിലായ? സഗത് മനസ്സിലായ? ഓക്കെ സാർ. അപ്പം ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഡി എന്നുള്ള സ്ഥലത്ത് ഡി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഉള്ള സ്ഥലത്ത് ഈ എക്സും ഈ പവർ ലോഗ് എക്സും അത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങൾ. എന്നിട്ട് ഈ പവർ റൈറ്റ് ഹാൻഡ് സൈഡ് ഇപ്പോൾ ഈ പവർ 2z ആണ്. അപ്പൊ നമ്മൾ എന്താ ഈ പവർ 2z ഈ പവർ z തന്നെ എക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതെന്താണ്? ഇതെന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ ആയിട്ട് മാറും. കാര്യം ഈ പവർ z എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഈ പവർ 2z എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, അങ്ങനെ മാറും. അതേപോലെ എക്സ് ഉള്ള സ്ഥലത്ത് ലോ എക്സ്, അപ്പൊ ലോ എക്സ് എന്നാണെങ്കിൽ ഈ പവർ z ആക്കി മാറ്റും. അപ്പൊ ഈ 4 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ സോൾവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം സോൾവ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് എക്സ് ഡി പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 സോൾവ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡ് 0 വരെയാണെങ്കിൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണല്ലോ. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട് ഇതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ കോംപ്ലിമെന്ററി എന്തോടാ കേട്ടില്ല? എന്തോടാ? അല്ല ഒന്നുമില്ല. ഓക്കെ. അപ്പം നമ്മളപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിക്കും. പക്ഷെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ് ഫോർമാറ്റ്. പക്ഷെ നമുക്ക് അറിയത്തില്ല നമ്മുടെ ഫോർമാറ്റ് എന്താണ്. ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 5 എന്നൊക്കെ വരെയാണെങ്കിൽ നമുക്ക് ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഫോർമാറ്റ് ആക്കാനായിട്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എവിടെ കൊണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അല്ലെ എക്സ് ഡി എവിടെ കൊണ്ടോ അവിടെ എന്തെന്നു? ഡി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്തേക്കുക. അതേപോലെ നമ്മൾ എക്സിന് വരെ എന്താണ്? ലോഗ് ഇസഡും ഇ പവർ ഇസഡ് ഉണ്ടെങ്കിൽ അതിനെന്താണ്? എക്സ്. അതേപോലെ ലോഗ് എക്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? എക്സ് ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് ഇത് നമ്മൾ കാണാൻ പഠിച്ചിരിക്കുക. ഓക്കെ, ഈ അറിയാമെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ആണല്ലോ ഇവിടെ ഫോർമാറ്റ്. അപ്പൊ ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത് മൈനസ് എക്സ് ഡിക്ക് വരെ എന്ത് ചെയ്യുന്നു? ഡി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0.
ഇതിനെ ഞാൻ കുറച്ചുകൂടെ അകത്തോട്ട് എഴുതുമ്പോൾ ഡി ഡാഷിന്റെ എന്താണ് ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡാഷ് പിന്നെ മൈനസ് ഡി ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0. അതായത് കുറച്ചുകൂടെ എഴുതുമ്പോൾ ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഇതും കൂടെ ആണ് 2d ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0. അതായത് ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഡി ഡാഷിനെ മാറ്റി ഞാൻ ഡി ഡാഷ് ഈസ് ഈക്വൽ ഡി കൊടുക്കുന്നു. അപ്പൊ എന്താണ് ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ ഡി 1 ഇൻറ്റു അതായത് ഇങ്ങനെ എഴുതാം ഡി ഡാഷ് ഇൻറ്റു പ്ലസ് 1 ഇൻറ്റു ഹോൾ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 എന്ന്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാമോ? ഇത് സോൾവ് ചെയ്യാൻ അറിയാമോ ഈ സംഭവം? മീനാക്ഷിക്ക് ഇത് അറിയാമല്ലോ സോൾവ് ചെയ്യാൻ അല്ലേ? ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു വൈ. സഹദിന് അറിയാമല്ലോ അല്ലേ? ഇത് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 1 അത് തന്നെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഈ സ്റ്റെപ്സ് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. അപ്പൊ ഇതിന് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിക്കുക. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക ഓക്സിലറി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ആണ്. അപ്പൊ കൂട്ടുമ്പോൾ ഈക്വൽ ടു 0. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം കൂട്ടുമ്പോൾ 2ഉം വരും. അപ്പൊ എങ്ങനെ വരും? -1 എം മൈനസ് 1 എം മൈനസ് 1 അത്രേ ഉള്ളൂ ഈക്വൽ ടു 0. അതായത് എം ഈസ് ഈക്വൽ ടു 1 1 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഒരേ സെയിം റൂട്ടാണ്. സെയിം റൂട്ടാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമുല? y ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? സഹദ് അറിയാമോ ഫോർമുല? പഠിച്ചോ? y ഈസ് ഈക്വൽ ടു ഫോർമുല കാണാൻ പഠിച്ചില്ല. വെരി ഗുഡ്. ax പ്ലസ് ബി ഇൻറ്റു ഇ പവർ എം എക്സ് ആണ് ഫോർമുല. അപ്പൊ എമ്മിന് വരെ 1 കൊടുത്ത ആൻസർ ആയി. y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി ഇൻറ്റു ഇ പവർ എക്സ്. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ സാർ. അപ്പൊ ഇതേപോലത്തെ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാമല്ലോ. ഞാൻ 2-3 പ്രോബ്ലം പടപടാൻ ചെയ്ത് കാണിച്ചുതരാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഏതാ? ഇത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഇതല്ലേ ഇത് നമ്മൾ പഠിപ്പിച്ചായിരുന്ന? ഇത് പഠിപ്പിച്ചു ഈ ഫോർമാറ്റിൽ പഠിപ്പിച്ചില്ലല്ലോ. ഇല്ല സർ. അത് അങ്ങനെ ഒരു ഫോർമാറ്റ് വരെയാണെങ്കിൽ ഇത്രയും ചെയ്ത ശേഷം ഈ ഡി സ്ക്വയർ ഫോർമാറ്റ് ആക്കിയ ശേഷം നമ്മൾ നോർമലി അങ്ങ് ചെയ്താൽ മതി. ഓക്കെ. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ അയച്ചാൽ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ അടുത്ത ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ x സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് x ഇൻറ്റു x square into d square y by dx square plus x into dy by dx. Okay, x into dy by dx plus 2 is equal to e power 2x. ഇതെങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ ആദ്യം എന്തെന്ന് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ഇടുന്നു പ്ലസ് എക്സ് ഇൻറ്റു ഡി ഇടുന്നു, നമ്മുടെ ഫോർമാറ്റിലാക്കി ഇടുന്നു. ഇത് 2 ആണല്ലോ. 2 is equal to e power 2x. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ ഫോർമുല കൊടുക്കുകയാണ്. എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് പകരം എന്താണ് കൊടുക്കുന്നത്? എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് പകരം ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 കൊടുക്കുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ. അതേപോലെ എക്സ് ഡിക്ക് പകരം ഡി ഡാഷ് കൊടുക്കുന്നു. ഓക്കെ. അതേപോലെ എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? ഇ പവർ ഇസഡ് കൊടുക്കുന്നു. അതേപോലെ എന്ത് കൊടുക്കുന്നു? ലോ എക്സിന് പകരം ഇസഡ് കൊടുക്കുന്നു. അപ്പൊ ഇതിന് ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സ് സ്ക്വയർ ഡി സ്ക്വയറിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് പകരം ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1. അടുത്ത് പ്ലസ് എക്സ് ഡിക്ക് പകരം ഡി ഡാഷ് കൊടുക്കുന്നു പ്ലസ് 2. ഓക്കെ, 2 അതുപോലെ കൊടുക്കുന്നു. ഈസ് ഈക്വൽ ടു ഇ പവർ 2 ഇസഡ്. ഇ പവർ ഇസഡ് ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ്? ഇ പവർ ഇസഡ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എക്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് കൊടുക്കുന്നു? എക്സ്. ഇ പവർ 2 ഇസഡ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ കൊടുക്കുന്നു. ഇനി നമ്മൾ എടുക്കുന്നു ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡാഷ് പ്ലസ് ഡി ഡാഷ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതായത് ഡി ഡാഷും ക്യാൻസൽ ആയി പോകും. സോ ഡി ഡാഷ് സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതായത് നമ്മുടെ ഫോർമാറ്റിൽ അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഫോർമാറ്റിലോട്ട് ഡി ഡാഷ് ഞാൻ ഡി സ്ക്വയർ കൊടുക്കുന്നു. ഡി സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഡി ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ചെയ്യാൻ അറിയാമല്ലോ ഈ സംഭവം. ഇതെങ്ങനെ ചെയ്യും?
എങ്ങനെ ചെയ്യും? അതായത് ഇതിൽ ഓക്സിലറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പൊ ഇതെന്താണ്? എം സ്ക്വയർ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. അതായത് എം ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഈസ് ഈക്വൽ ടു -2 കിട്ടും. എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ഐ എന്ന് കിട്ടും. ശരിയല്ലേ? റൂട്ട് ഓഫ് -2 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ്, അപ്പൊ ആൽഫ എത്രയാണ്? 0 ആണ്. ബീറ്റ എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? ഇ പവർ ആൽഫ എക്സ്. ശരി തന്നെ? എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ബി സൈൻ ബീറ്റ എക്സ്. അപ്പൊ ആൻസർ എന്ത് വരും? ഇവിടെ 0 കൊടുക്കുന്നു, ഇവിടെ ബീറ്റയ്ക്ക് വരും 2 കൊടുക്കുന്നു. അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തപ്പോ ഡി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് നമ്മുടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 1/d സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പം ഇതിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? എക്സ് സ്ക്വയറിനെ ഇതിൽ കോൺസ്റ്റന്റിനെ വെളിയെടുക്കുന്നു. 1 പ്ലസ് ഫോർമാറ്റ് ആക്കുക. 2/2നെ ഞാൻ വെളിയെടുക്കുമ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ ബൈ 2 പ്ലസ് 1 എന്ന് കിട്ടും ഇൻറ്റു എക്സ് സ്ക്വയർ. അതായത് എന്ത് കിട്ടും? ഇതിനെ ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ട് നെഗറ്റീവ് ആക്കി ചെയ്താണെങ്കിൽ 1/2 ഇൻറ്റു 1 പ്ലസ് ഡി സ്ക്വയർ ബൈ 2 ഹോൾ പവർ -1 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതെന്താണ്? എക്സ് ആണ് അല്ലേ? 1 പ്ലസ് എക്സിന്റെ ബൈനോമിയൽ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് ഡി സ്ക്വയർ ബൈ 2 കറക്റ്റ് ആയിട്ട് 1 മൈനസ് ഡി സ്ക്വയർ ബൈ 2 പ്ലസ് ഡി പവർ 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സെട്ര. അപ്പം ഇത്രേ വരത്തുള്ളൂ. കാര്യം എന്താണ്? എക്സ് സ്ക്വയറിന്റെ 2x 2a വരത്തുള്ളൂ. രണ്ട് ഡിഫറൻഷിയേഷനെ വരത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് ഇവിടെ. അപ്പം ഹാഫ് ഇൻറ്റു ഞാൻ അകത്തോട്ട് കയറ്റിയാണ് എക്സ് സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എക്സ് സ്ക്വയർ. ഡി സ്ക്വയറിന്റെ എക്സ് സ്ക്വയർ 2x 2/2 എന്ന് കിട്ടും. പ്ലസ് ഡി പവർ 4ന്റെ എന്താണ്? 0 ആയി പോകും. അപ്പൊ ഇത്രേ വരത്തുള്ളൂ. അതായത് ആൻസർ എത്ര വരും? ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. തീർന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ. സോ നമ്മൾ എക്സിന് പകരം എന്താണ് കൊടുക്കുന്നത്? സാധാരണ എക്സിന് പകരം എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സിന് പകരം എന്താണ്? ഇസഡ് എന്നാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇസഡ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതിയാൽ മതി. ഹാഫ് ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതിയാൽ അതായത് നമ്മൾ നേരത്തെ കൊടുത്തതിന് റിവേഴ്സ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇതാണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇതാണ്. മനസ്സിലായോ? ശരതിന് മനസ്സിലായോ? സാർ. ഓക്കെ. അപ്പൊ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 7 എക്സ് ഡി പ്ലസ് 12 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നു. എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്? നമുക്കറിയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്? എക്സിന് വരെ ഇ പവർ ഇസഡ് കൊടുക്കുന്നു, അതുപോലെ ഇസഡിന് വരെ ലോഗ് എക്സ് കൊടുക്കുന്നു, അതേപോലെ വേറെ എന്തിനാണ്? എക്സ് ഡിക്ക് പകരം ഡി ഡാഷ് കൊടുക്കുന്നു, എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് പകരം ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1. ഇത് എല്ലാ ക്വസ്റ്റ്യനും കോമൺ ആണ്. ഇത് കാണാൻ പഠിച്ചേ പറ്റുള്ളൂ. ഇത് അറിയാമെങ്കിൽ നമുക്ക് ആദ്യത്തെ ബേസിക് സ്റ്റെപ്പിൽ വന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ. അപ്പൊ എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് വരെ ഞാൻ കൊടുക്കുന്നു ഡി ഡാഷ് മൈനസ് 1 കൊടുത്തു. അടുത്ത മൈനസ് 7 ഇൻറ്റു ഡി ഡാഷ് കൊടുത്തു പ്ലസ് 12 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് വരെ എന്തിൽ കൊടുക്കാം? എക്സിന് വരെ എന്തിന്? ഇ പവർ ഇസഡ് ആണ് കൊടുക്കുക. അപ്പൊ എക്സ് സ്ക്വയറിന് വരെ എന്തിന്? ഇ പവർ 2 ഇസഡ് കൊടുക്കാം.
അതായത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആകുമ്പോൾ ഡി ഡാഷ് സ്ക്വയർ മൈനസ് എക്സ്ക്വയറിന്റെ എഴുതി വെക്കരുത്. എക്സിന് നമ്മൾ ഈ പവർ ഇസഡ് ആണ് കൊടുക്കുന്നത്. എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഈ പവർ 2z കൊടുത്തു. അപ്പൊ ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡാഷ് മൈനസ് 7 ഡി ഡാഷ് പ്ലസ് 12 ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഇ പവർ 2z. അതായത് ഡി ഡാഷ് സ്ക്വയർ മൈനസ് 7ഉം 1ഉം എത്ര 8 ഡി ഡാഷ് പ്ലസ് 12 ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഇ പവർ 2z. അതായത് ഇതിനെ ഞാൻ നമ്മുടെ ഫോർമാറ്റിലായിട്ട് ഞാൻ ഡി ഡാഷിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമ്മുടെ ആൻസർ എത്തും ഡി സ്ക്വയർ മൈനസ് 8d പ്ലസ് 12 ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഇ പവർ 2z. ശരിയാണോ? ഡി ഡാഷ് സ്ക്വയർ മൈനസ് 8d പ്ലസ് 12 ഇൻറ്റു ഇ പവർ. ഇത് ചെയ്യാറിയാമോ? ഇത് ചെയ്യാറിയാലോ അല്ലേ മീനാക്ഷി? ഇത് ചെയ്യാറിയാമോ? സഗത് മനസ്സിലായോ? ഇത് ചെയ്യാറിയാമോ? ഡി സ്ക്വയർ മൈനസ് 8d പ്ലസ് 12 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 2z. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ വേണമെങ്കിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഏതിൽ വന്നെത്തും? ഡി സ്ക്വയർ മൈനസ് 8d പ്ലസ് 12 ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഇ പവർ 2z. ഇത് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻ? ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയാണ്? ഈ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ മൈനസ് 8m പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. അപ്പൊ എമ്മിന് വരെ നമ്മൾ എന്താ കൂട്ടുമ്പോഴേ 4 ഇൻറ്റു 6 ഇൻറ്റു 2 12, 6 ഇൻറ്റു 2 8. അപ്പൊ 6ഉം 2ഉം എടുത്ത് നോക്കിയാണ് വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ എം മൈനസ് 6ഉം എം പ്ലസ് 2ഉം. അപ്പൊ മൈനസ് 6 ഇൻറ്റു 2, അപ്പം മൈനസ് 6 മൈനസ് 2 മൈനസ് 6 മൈനസ് 2 കിട്ടും. 6 ഇൻറ്റു 2 എത്ര? പ്ലസ് 12. മൈനസ് 6 മൈനസ് 2 മൈനസ്, അപ്പൊ 8. അപ്പൊ എം ഈസ് ഈക്വൽ എന്താണ്? 6 കിട്ടും. എം ഈസ് ഈക്വൽ ടു 2 കിട്ടും. അതായത് വാട്ട് ഈസ് ദ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്താണ്? ഡിഫറെന്റ് റൂട്ട് ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇ പവർ m1x പ്ലസ് b ഇൻറ്റു ഇ പവർ m2x. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോഴേ a ഇൻറ്റു ഇ പവറിന് എത്ര? ഇ പവർ 6x പ്ലസ് b ഇൻറ്റു ഇ പവർ 2x. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y, ആദ്യത്തെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 1 ബൈ ഡി സ്ക്വയർ മൈനസ് 8d പ്ലസ് 12 ഇൻറ്റു ഇ പവർ 2z. അതായത് 2വിനടുത്ത് നമ്മൾ എവിടെ കൊടുക്കുന്നു? താഴെ കൊടുക്കുന്നു. അപ്പോൾ 2 സ്ക്വയർ എത്ര? 4 മൈനസ് 8 ഇൻറ്റു 2 എത്ര? 16 പ്ലസ് 2 ഇൻറ്റു 8 പവർ 2z. ആൻസർ എത്ര വരും? മൈനസ് 16 എന്ന് 6 കുറച്ചാൽ മൈനസ് 10 കിട്ടും. അപ്പോൾ മൈനസ് 1/10 ഇൻറ്റു ഇ പവർ 2z. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഏത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് കോംപ്ലിമെന്റ് പർട്ടിക്കുലർ ഇന്റഗ്രൽ, ഇത് കോംപ്ലിമെന്റ് ഫംഗ്ഷൻ. പക്ഷെ ആൻസർ തീർന്നില്ല. നമ്മൾ ഇത്രയും ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? അതിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. എക്സ് ഉള്ള സ്ഥലത്ത് എന്ത് കൊടുക്കുന്നു? എക്സ് ഉള്ള സ്ഥലത്ത് ലോഗ് എക്സ് കൊടുക്കുന്നു. എക്സ് നമ്മൾ ആദ്യത്തെ ഇതനുസരിച്ച് എക്സ് ഉള്ള സ്ഥലത്ത് ലോഗ് എക്സ്, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിക്കണേ ഇതിന് ലോഗ് എക്സ് കൊടുക്കും, ഇതിന് ലോഗ് എക്സ് കൊടുക്കും. എക്സ് ഉള്ള സ്ഥലത്ത് ലോഗ് എക്സ് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ വേറെ എന്താണ്? ഇ പവർ ഇസഡ് ഉള്ള സ്ഥലത്ത് ഇ പവർ 2z ഉള്ള സ്ഥലത്ത് ലോഗ് എക്സ് കൊടുക്കും. ഇസഡോ എക്സ്, ലോഗ് എക്സ്. ഇസഡ് ആണ് പറയുന്നത്, എക്സ് അല്ലെ ഇസഡ് ഏതായാലും കുഴപ്പമില്ല. എക്സിന് ഇസഡ് നമ്മൾ എന്തായിരുന്നു? ലോഗ് എക്സ് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണ്? മനസ്സിലായി? അടുത്തതിലോട്ട് പോട്ടെ. സഹതെ മനസ്സിലായ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. പ്ലസ് 2 ഇൻറ്റു എക്സ് ആണെങ്കിൽ ഇസഡ് കൊടുത്താൽ വൈ ഇൻറ്റു ലോഗ് എക്സ്. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമാറ്റിൽ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് എക്സ് ഡി പ്ലസ് 2 ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ലോഗ് എക്സ് കൊടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് വരാം. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കുക എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് വരെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1. അടുത്ത എക്സ് ഡിക്ക് വരെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഡി ഡാഷ്. അടുത്ത വേറെ എന്താണ്? ലോഗ് എക്സിന് വരെ എന്ത് കൊടുക്കുന്നു? ഇസഡ് കൊടുക്കുന്നു. ലോഗ് എക്സിന് വരെ ഇസഡ് കൊടുക്കുന്നു. അതേപോലെ എക്സിന് വരെ ഇ പവർ ഇസഡ് കൊടുക്കുന്നു. ഈ കാര്യങ്ങൾ ഇതാണ് നമ്മൾ കാണാൻ പഠിക്കാനുള്ള കാര്യം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ എന്താണ്? ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 പ്ലസ് ഡി ഡാഷ് പ്ലസ് 2
ഹോൾ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു ഇസഡ് എന്ന് കൊടുക്കുന്നു. അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡാഷ് പ്ലസ് ഡി ഡാഷ് പ്ലസ് ഇസഡ് പ്ലസ് 2 അല്ലെ പ്ലസ് 2 ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടുന്നു. അതായത് ഡി ഡാഷ് സ്ക്വയർ ഇതും ക്യാൻസൽ ആയി പോകും. പ്ലസ് 2 ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഇസഡ്. അതായത് ഇതിന് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫോർമാറ്റിൽ നമുക്ക് ഡി സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടും. ഇത് നമുക്ക് ചെയ്യാമല്ലോ. ഡി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ പവർ ഇസഡ്. അപ്പം ഇതിന്റെ ആൻസർ അങ്ങ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻ ഓക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെ ചെയ്യും? ഡി ഡാഷ് ഇൻറ്റു എന്താണ് ഡി സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടും. ഡി സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ആണ് ഡി സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇ പവർ ഇസഡ്. ഇ പവർ ഇസഡാണ് ഇസഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y എന്ന് വീണ്ടും കിട്ടും. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്? ആൽഫയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 0. ബീറ്റയുടെ വാല്യൂ എത്രയാണ്? 2. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y is equal to a for alpha x into a cos beta x plus b sin beta x. ഓക്കെ, അപ്പൊ ആൽഫയുടെ വാല്യൂ e പവർ 0 x into a into cos 2x plus b sin 2x. അപ്പൊ ഇതാണ് നമ്മുടെ, അപ്പൊ e പവർ 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ a cos 2x പ്ലസ് b sin 2x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാൻ അറിയാലോ നിങ്ങൾക്ക്. എന്താണ്? d 1 by d പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 1 by d സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇസഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇത് പോളിനോമിയൽ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഞാൻ 1 by d സ്ക്വയർ പ്ലസ് 2 വെളിയെടുക്കുന്നു. d സ്ക്വയർ ബൈ 2 പ്ലസ് 1 എന്ന് കിട്ടുന്നു ഇൻറ്റു ഇസഡ്. അതായത് ഇതിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ട് 1 by 2 ഇൻറ്റു 1 പ്ലസ് d സ്ക്വയർ ബൈ 2 ഇൻറ്റു ഹോൾ പവർ മൈനസ് 1 ഇൻറ്റു ഇസഡ് എന്ന് കിട്ടുന്നു. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു 1 by 2 ഇൻറ്റു 1 മൈനസ് എക്സ് d സ്ക്വയർ ബൈ 2. ഇത് മതി. കാര്യം എന്താണ്? ഡി പവർ 4 വരുമ്പോൾ 0 ആയിപ്പോൾ. കാര്യം ഇസഡിന്റെ ഡിഫറൻഷിയേഷൻ 1 ആണ്. 1ന്റെ ഡിഫറൻസ് 0. അപ്പൊ ഇൻറ്റു ഇസഡ് ഏരിയ ആയി. അതായത് 1 by 2 ഇൻറ്റു ഇസഡ് മൈനസ് ഡി സ്ക്വയറിന്റെ ഇസഡിന്റെ 1 ആവും 0. അപ്പൊ ആൻസർ എത്ര? 2 ഇൻറ്റു ഇസഡ് എന്ന് കിട്ടും. അതായത് 2 ഉം 2 ക്യാൻസൽ ആവും. ആൻസർ എത്ര കിട്ടും? ഇസഡ് എന്ന് കിട്ടും. അപ്പൊ എന്താണ്? a cos 2x പ്ലസ് b sin 2x പ്ലസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതുമ്പോൾ a cos 2x പ്ലസ് b sin 2x ഇൻറ്റു പ്ലസ് ഇസഡ് എന്ന് കിട്ടും. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് കൊടുക്കുന്നു? ലോഗ് എക്സ് കൊടുക്കുന്നു, ലോഗ് ഇസഡ് കൊടുക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ ലോഗ് എക്സ് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ വേറെ എന്താണ്? ഇസഡിന് പകരം ഇസഡ് ഉള്ള സ്ഥലത്ത് ഇ പവർ 2 ഇസഡ് കൊടുക്കും. ഫൈനലായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്ന സഹത് പറയോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 2xd മൈനസ് 4 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ലോഗ് എക്സ്. അപ്പൊ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ് ആ മെയിൻ ഇക്വേഷൻ വന്ന് എത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യാം സഹതെ? ഇതിന് പകരം എന്ത് കൊടുക്കുന്നു? സഹതുണ്ടോ? ഉണ്ട് സാർ. സാർ ഒന്നുകൂടി ചെയ്യുമോ? ഓ, അപ്പൊ ഇതിന് പകരം ഞാൻ ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 കൊടുത്തു. ഇതിന് പകരം 2 ഇൻറ്റു ഡി ഡാഷ് കൊടുത്തു മൈനസ് 4 ഇൻറ്റു വൈ. ഇത് ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു എക്സ് സ്ക്വയറിന് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സിന് എക്സ് ഈസിക്വൽ ഇ പവർ ഇസഡ്. അപ്പൊ എക്സ് സ്ക്വയർ ആകുമ്പോൾ ഇ പവർ 2 ഇസഡ് ഇവിടെ കൊടുക്കും
പ്ലസ് 2 log x. log xന് വരെ നമ്മൾ എഴുതുന്നു, log xന് വരെ z ആണ് കൊടുക്കുന്നത്. അപ്പൊ 2z. ഇതെല്ലാം ഇസഡിന്റെ ഫോർമാറ്റ് ആണ്. അപ്പൊ നമ്മളൊക്കെ ഇതാണ് നമുക്ക് കിട്ടുന്നത്. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാം കൊടുത്താൽ മതിയല്ലേ? കൊടുത്താൽ മതി. കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ അപ്പൊ log x നമ്മളിപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ. ഇത് ഈ 4 എണ്ണം നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഡി ഡാഷ് ഇൻറ്റു ഡി എക്സ് സ്ക്വയർ ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് മൈനസ് 1 എക്സ് ഡി സികൾ ഡി ഡാഷ്. അതേപോലെ വേറെ എന്താണ്? എക്സിന് വരെ ഇ പവർ ഇസഡ്. എക്സിന് വരെ ഇ പവർ ഇസഡ്. അതേപോലെ വേറെ എന്തിനാണ്? ലോഗ് എക്സിന് പകരം ഇസഡ്. ഈ 4 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ 4 എണ്ണം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മതി. ആദ്യത്തെ എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് വരെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത എക്സ് ഡിക്ക് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് എന്താണ്? ഇ പവർ എക്സ് സ്ക്വയറിന് വരെ ഇ പവർ 2 ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ലോഗ് എക്സിന് വരെ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളെ പഴയ ഫോർമാറ്റിലാക്കുക. എങ്ങനെയാണ്? ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡാഷ് മൈനസ് 2d ഡാഷ് മൈനസ് 4 y is equal to e power 2z plus 2z ഇങ്ങനെ കിട്ടും. അതായത് ഇതിന് നമ്മൾ ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഇതെന്താണ്? 3d ഡാഷ് മൈനസ് 4 ഇൻറ്റു y is equal to e power 2z plus 2z. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഡി ഡാഷ് സ്ക്വയർ ഒക്കെ മാറ്റിയിട്ട് നമ്മളെ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ എന്തൊരു വരും? ഈ ഡി ഡാഷ് വരെ ഡി സ്ക്വയർ മൈനസ് 3d മൈനസ് 4 ഇൻറ്റു y is equal to സ്ക്രീന് കാണാനല്ലോ ഇപ്പോൾ 2z പ്ലസ് 2z. ഓക്കെ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫോർമാറ്റ്. ക്ലിയർ ആണോ? അതായത് ഞാൻ അടുത്ത പേജിൽ എഴുതി തരാം. ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 3d മൈനസ് 4 ഇൻറ്റു y is equal to ഇപ്പോൾ 2z പ്ലസ് 2z. ഇത് ഇത്രയും മനസ്സിലായോ? സകത് മനസ്സിലായോ? സാർ. മീനാക്ഷിക്ക? ഓ സർ. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഇതിന്റെ സൊല്യൂഷൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതായത് ഇത് നമുക്ക് കിട്ടിയ ഫോർമുല എന്തിനാണ്? ഡി സ്ക്വയർ മൈനസ് 3d മൈനസ് 4 ഇൻറ്റു y is equal to e പവർ 2z പ്ലസ് z 2z. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓക്സിലറി ഇക്വേഷൻ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഒന്നിൽ മാറ്റമില്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ തന്നെയാണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കുക എന്താണ്? എം സ്ക്വയർ മൈനസ് ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ എം സ്ക്വയർ മൈനസ് 3m പ്ലസ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 4 കിട്ടണം. ഇത് ചെയ്യുമ്പോൾ 3 കിട്ടണം. കൂട്ടുമ്പോൾ 3 കിട്ടണം. മൈനസ് 4 കിട്ടണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എന്താണ്? 4 1 എടുത്താലോ? 4 1 എടുക്കാം. അപ്പം വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ മൈനസ് 4 പ്ലസ് 1. അപ്പൊ എം മൈനസ് 4 ഇൻറ്റു എം പ്ലസ് 1 കിട്ടും. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇതില് എന്താണ്? ഈക്വൽ ടു 0 ആണ്. അപ്പൊ എം ഈസ് ഈക്വൽ എന്താണ്? അപ്പം 4 ഇൻറ്റു 1 4 ഇൻറ്റു 4 മൈനസ് 4 കിട്ടി. മൈനസ് 4 പ്ലസ് 1 മൈനസ് 3 കിട്ടി. അപ്പം കറക്റ്റ് തന്നെയാണ്. അപ്പം ഇതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? ഡിഫറെന്റ് റൂട്ട് ആണ് അല്ലെ? അപ്പൊ എ ഇൻറ്റു ഇ പവർ m1x മൈനസ് 4x അല്ല, മൈനസ് അല്ല പ്ലസ് ആണ്. എം ഈസികളുടെ 2 റൂട്ടുകൾ ഏതൊക്കെയാണ്? എം ഈസികളുടെ 4 മൈനസ് 1 കിട്ടും. അപ്പൊ ഈ എ ഇൻറ്റു ഇ പവർ മൈനസ് 4x പ്ലസ് ബി ഇൻറ്റു ഇ പവർ എക്സ് ബി ഇൻറ്റു പ്ലസ് 4x ആണ്. പ്ലസ് 4x ബി ഇൻറ്റു ഇ പവർ എക്സ്. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ഇന്റഗ്രലിലോട്ട് പോകാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ എടുക്കാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈക്വൽ ടു 2 എണ്ണം ഉണ്ട്. ആദ്യത്തെ ഇതും രണ്ടാമത്തെ ഇതും. അപ്പൊ ആദ്യത്തെ എങ്ങനെ ചെയ്യും? പർട്ടിക്കുലർ ഇന്റഗ്രൽ ആദ്യത്തെ എന്താണ്? 1/d സ്ക്വയർ മൈനസ് 3d മൈനസ് 4 ഇൻറ്റു ഇ പവർ 2z. അപ്പം ഇതിൽ എന്താ 2 എടുത്ത് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ 1 ഇത് എത്ര വരും? 4 മൈനസ് 3 ഇൻറ്റു 2 എത്ര? 6 മൈനസ് 4 മൈനസ് 4 പ്ലസ് 4 ക്യാൻസൽ ഇൻറ്റു ഇ പവർ 2z. ആൻസർ എത്ര വരും? 1 മൈനസ് ഇൻറ്റു ഇ പവർ 2z എന്ന് കിട്ടും. ഓക്കെ. അത് ഒന്നാമത്തെ പർട്ടിക്കുലർ ഇന്റഗ്രൽ. രണ്ടാമത്തെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ്? z ആണ്, 2z. അപ്പൊ പർട്ടിക്കുലർ ഇന്റഗ്രൽ 2 is equal to 1/d സ്ക്വയർ മൈനസ് 3d മൈനസ് 4 ഇൻറ്റു z ആണ്. 2z ഇവിടെ എഴുതി. അതായത് എന്താണ്? പോളിനോമിയൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യുന്നു? 1/2 ഇൻറ്റു താഴെ എന്ത് ചെയ്യുന്നു? 4നെ കോമൺ ആയിട്ട് വെളിയെടുക്കുന്നു. 4നെ ഞാൻ വെളിയെടുക്കുന്നു. 4നെ വെളിയെടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? d സ്ക്വയർ മൈനസ് 3d ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ. ഇൻറ്റു 2z. 2z അവിടെ പോയി. അപ്പൊ z മാത്രമേ ഉള്ളൂ. അതായത് തിരിച്ച് എഴുതാം. 2/1/2 ആണ്. അതായത് 1/2 ഇൻറ്റു ഇതിനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. മൈനസിനെ ഞാൻ വെളിയെടുത്തു. എടുത്ത ശേഷം മൈനസിനെ വെളിയെടുക്കുമ്പോൾ ഈ മൈനസ് 1 പ്ലസ് 1 ആവും. ഇത് മൈനസ് ആണ്. അപ്പോൾ 1 മൈനസ് d സ്ക്വയർ മൈനസ് 3d ഡിവൈഡഡ് ബൈ 4
ഇൻറ്റു -1 z. ശരിയാണോ നോക്കി? ഇത്രയും മനസ്സിലായോ? സകലം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അതില്? ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ z ആണ്. അപ്പൊ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ z 1 ആണ്. അപ്പൊ ഇതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം നമ്മുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 1 + x 1. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് -1/2 ഇൻറ്റു ഇത് 1 - x ഫോർമാറ്റ് എന്താണ്? 1 - x എന്ന് പറഞ്ഞാൽ 1 + x + x² അതാണ് ഫോർമുല. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 1 + d²/4 -3d/4 എന്നിട്ട് അപ്പം ഇൻറ്റു z എന്നിട്ട് ഇതിൽ d²/4 0 ആയി പോകും. കാര്യം ഇസഡിന്റെ ഡിഫറൻഷിയേഷൻ 1 ആണ്. 1ന്റെ ഡിഫറൻഷിയേഷൻ 0 ആണ്. അപ്പൊ നമുക്ക് ആൻസർ തന്നെ -1/2 ഇൻറ്റു 1 + 3d/4 അല്ലേ? അപ്പൊ എങ്ങനെ വരും? -1/2 ഇൻറ്റു 1 + 3d/4 എന്നിട്ട്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും എന്ന് വെച്ചാൽ എവിടെ എഴുതാം? ഓക്കെ, -1/2 ഇൻറ്റു 1 z മൈനസ് എങ്ങനെ വരും? -1/2 ഇൻറ്റു z 3d/4 എന്താണ്? 3/4 ഇൻറ്റു ഇസഡിന്റെ 1 ആണ്. ഇങ്ങനെ കിട്ടും. അതായത് -1/2 ഇൻറ്റു 2 - 3/4 എന്ന് കിട്ടും. അതായത് എത്ര കിട്ടും? z -3/4 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? എങ്ങനെ കിട്ടി? ഹാഫ് വെളിയിലുണ്ട്. ഇസഡിനെ ഞാൻ അകത്തോട്ട് കയറ്റുമ്പോൾ ഈ 1 ഇൻറ്റു z ആയിട്ട് മാറും. ഇവിടെ 3d/4 ആണല്ലോ ഫോർമുല. -3/4 കോൺസ്റ്റന്റ്. ഇസഡിന്റെ ഡിഫറൻഷിയേഷൻ എത്ര? 1 ആണ്. അതുകൊണ്ട് -1/2 ഇൻറ്റു z - 3/4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതിനുശേഷം ഫൈനലി നമ്മുടെ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ശരി പറഞ്ഞു പോകുന്നു. ഞാൻ ഇതിന്റെ നോട്ട് അയച്ചില്ല, നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കണേ. വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം x² ഇൻറ്റു d² + 4xd. ഇത് നിങ്ങൾ പറയാമെന്ന് നോക്കി. സകതൊന്ന് പറയണേ. 2 ഇൻറ്റു y is equal to x log x. സകതെന്ന് പറഞ്ഞേ. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ വേണമെങ്കിൽ എഴുതിയിടാം. x² d² d' ഇൻറ്റു d' - 1. അടുത്ത xd is equal to എന്താണ്? d'. അടുത്തത് വേറെ എന്താണ്? എക്സിന് പകരം നമ്മൾ കൊടുക്കുന്നത് e⁻z ആണ്. എക്സിന് പകരം കൊടുക്കുന്നത് e⁻z. അടുത്തത് എന്താണ്? ഇസഡിന് പകരം കൊടുക്കുന്നത് log x. അപ്പൊ ഇതൊന്ന് പറയാവോ? ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഇത് നമ്മുടെ അങ്ങനെ എഴുതുകയാണെങ്കിൽ d1 മൈനസ് 1 അത് ഇതിന് പകരം നമ്മൾ കൊടുക്കും. +4 ഇൻറ്റു d1 +1 ഇൻറ്റു z is equal to എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? log x. ഇല്ല, z. അതേപോലെ log x ന് പകരം z. അപ്പൊ ഇത്രയേ ഉള്ളൂ. z ഇൻറ്റു e⁻z. അപ്പൊ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ d' അകത്തോട്ട് മൾട്ടിപ്പിൾ d'² മൈനസ് d' +4d' +1 ഇൻറ്റു y is equal to 2 എങ്ങനെ 1 ആയെന്നൊരു ഡൗട്ട് ഉണ്ട് സാർ എനിക്ക്. 2 എങ്ങനെ 1 ആയെന്ന്? ഏത്? അല്ല, അത് z ആയിരുന്നടാ. z അല്ല, അത് 2 ആയിരുന്നു. അല്ല, അത് 2 തന്നെ. 2 ഇൻറ്റു z. സോറി, 2 ഇൻറ്റു y. ഇത് 2 തന്നെ ഇൻറ്റു y is equal to z e⁻z. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മുടെ ഫോർമാറ്റിൽ ഇതിപ്പോ d' ഒരു 4d' ഉണ്ട്. 4 3 3 ആണ്. അപ്പൊ d² ഞാൻ d' മാറ്റി d² ആക്കും. d² + 3d + 2 ഇൻറ്റു y is equal to z e⁻z. ഇത് ശരിയല്ലേ? ഇനി ചെയ്യാൻ അറിയാലോ ഇത് എങ്ങനെ ചെയ്യും? ഓക്സിലറി ഇക്വേഷൻ. ഇനി z e⁻z എന്താണ്? z പോളിനോമിയലാണ്. e⁻z എന്താണ്? ഇത് കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ അറിയാമോ? നമ്മൾ പഠിച്ചത്. ഞാൻ ചെയ്ത് കാണിച്ചുതരാം, കൺഫ്യൂഷൻ ആക്കണ്ട. കോമ്പിനേഷൻ പഠിച്ചത് എങ്ങനെയാണ്? d² നമ്മുടെ ഇക്വേഷൻ എന്താണ്? d² + 3d + 2 ഇൻറ്റു y is equal to z e⁻z. ഇതാണ് ഫോർമുല. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം? ഓക്സിലറി ഇക്വേഷൻ നമുക്ക് ചെയ്യാം. m² + 3m + 2. അപ്പൊ ചെയ്യുമ്പോഴും 2 1 കിട്ടും അല്ലെ? ഓക്സിലറി ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്താണ്? m² + 3m + 2 is equal to 0 എന്ന് കിട്ടും.
അതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടണം. കൂട്ടുമ്പോൾ 3 കിട്ടണം. 2 1 m plus 1 into m plus 2 ശരിയല്ലേ? ഈക്വൾ ടു 0. ശരി, ഓക്കെ. m സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 ശരിയല്ലേ? ഈസ് ഈക്വൾ ടു 0. അപ്പം നമുക്ക് ഡിഫറെന്റ് റൂട്ടാണ്. വാട്ട് ഈസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? a ഇൻറ്റു ഇ പവർ -2 ആണ്. m plus 2 m plus 1 ആണ്. അപ്പോൾ m ഈസ് ഈക്വൾ ടു -2 -1 എന്ന് വരും. ഈക്വൾ ടു 0 വരുമ്പോൾ അപ്പോൾ a ഇ പവർ -2x പ്ലസ് b ഇൻറ്റു ഇ പവർ -x. അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പർട്ടിക്കുലർ ഇന്റഗ്രലോട്ട് പോകാം. പർട്ടിക്കുലർ ഇന്റഗ്രലോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 1/d². കോമ്പിനേഷൻ വരെയാണെങ്കിൽ എന്ത് ചെയ്യും? 3d പ്ലസ് 2 ഇൻറ്റു z ഇൻറ്റു ഇ പവർ z. നമ്മൾ ഒരിക്കൽ രണ്ടാമത്തെ ക്ലാസ്സിൽ കോമ്പിനേഷൻ പഠിച്ചല്ലോ. അതെന്ത് ചെയ്യും? ഈ ഇ പവർ z നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ d ബിക്കംസ് d പ്ലസ് 1 ആയിട്ട് മാറും. അതായത് ഇ പവർ z ഇൻറ്റു 1/d പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു d പ്ലസ് 1 പ്ലസ് z ഇൻറ്റു z. ഇത് ശരിയാണോ? മനസ്സിലായോ നോക്കി? z അല്ല 2 ഇൻറ്റു z. ഇത് ശരിയായ മനസ്സിലായോ നോക്കി? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. മനസ്സിലായ സഗത്ത്? ഓക്കെ. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പോലെ നമ്മുടെ ഫോർമാറ്റിൽ വീണ്ടും ആക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് d പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താണ്? a പ്ലസ് b ഹോൾ സ്ക്വയർ d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 പ്ലസ് 3d പ്ലസ് 3 പ്ലസ് 2 ഇൻറ്റു z. അതായത് വീണ്ടും ഇ പവർ z ഇൻറ്റു ഇതിനെ കുറച്ചുകൂടെ ഇത് ചെയ്യുമ്പോൾ d സ്ക്വയർ, ഈ 2d ഉണ്ട്, ഒരു 3d ഉണ്ട്, 5d എഴുതാം. ഒരു പ്ലസ് 1 ഉണ്ട്, ഒരു പ്ലസ് 3 ഉണ്ട്, ഒരു പ്ലസ് 2 ഉണ്ട്, പ്ലസ് 6 എന്ന് എഴുതാം. ഇൻറ്റു z. ഇതെന്താണ്? പോളിനോമിയൽ അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ അതേപോലെ ലെഫ്റ്റിൽ വെച്ചിട്ട് ബാക്കി പോളിനോമിയലിന്റെ അടുത്ത് ചെയ്താൽ മതി. പോളിനോമിയൽ എങ്ങനെ ചെയ്യണത്? 6 കോൺസ്റ്റന്റ് ആയിട്ട് വെളിയെടുക്കുന്നു. d സ്ക്വയർ പ്ലസ് 5d ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു z. ഇ പവർ z ഇൻറ്റു ഡിവൈഡ് ബൈ 6 അതേപോലെ എഴുതുന്നു. ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 1 പ്ലസ് d സ്ക്വയർ പ്ലസ് 5d ഡിവൈഡഡ് ബൈ 6 z എന്ന് കിട്ടുന്നു. z എന്ന് കിട്ടുന്നു. അപ്പൊ ഇതിൽ z മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് d സ്ക്വയർ ബൈ 6 വേണ്ട. കാര്യം അതിന്റെ 0 ആയിപ്പോ. അപ്പൊ നമുക്ക് ഓൺലി ഇതെന്താണ് ചെയ്യുമ്പോൾ ഇ പവർ z ഡിവൈഡ് ബൈ 6 ഇൻറ്റു z അകത്തോട്ട് കയറ്റി പ്ലസ് 5d ബൈ 6 ആണ്. 5d ബൈ 6 എന്താണ്? 5/6 ഇൻറ്റു z ഡിഫറൻഷിയേഷൻ എന്താണ്? 1 ആണ്. 5/6 കിട്ടിയത്. അപ്പൊ ആൻസർ എത്രയാണ്? ഇതാണ് ആൻസർ. ഓക്കെ. ഇ പവർ z ബൈ 6 ഇൻറ്റു z പ്ലസ് 5/6 ആൻസർ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു 8 ടൈപ്പ് 8-10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം കുറച്ച് കഴിഞ്ഞ്. അപ്പൊ അത്രയും ചെയ്തു നോക്കാം. ഈ ടൈപ്പ് അങ്ങ് തീരും. പിന്നെ ഉള്ള 2 ടൈപ്പ് കൂടെ ഉള്ളൂ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. ഒന്നെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടൈപ്പ് ഏതാണ്? നമ്മുടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പൊ അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ മോഡ്യൂൾ അങ്ങ് തീരും.